തുടർന്ന് നമ്മൾക്ക് അല്പസമയം ദൈവവചന ധ്യാനത്തിനായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ മാസമായി നമ്മൾ ചിന്തിച്ചു വരുന്ന, ഈ മാസവും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന നമ്മുടെ തീമിലേക്ക് തന്നെ പോകുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് വാട്ട് ഈസ് അവർ തീം ദിസ് മന്ത്, വാട്ട് വാസ്, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എനിക്ക് കേൾക്കാൻ മേല, എനിക്ക് കേൾവിക്ക് പ്രായമാണെന്ന് തോന്നുന്നു, അല്പപ്രയാസമുണ്ട്. ഇല്ല, ഇപ്പോൾ ഇതുവരെ ഇല്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞോ. ഉറക്കെ പറ. ഓക്കെ, കോൺസിക്വൻസസ് ഓഫ് ലൂസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. എത്ര പേര് ഓർക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ആ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. സ്തോത്രം. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ചില സാങ്കേതികമായ കാര്യങ്ങൾ വന്നതുകൊണ്ട് നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസ്, അതായിരുന്നു നമ്മുടെ ഈ മാസത്തെ തീമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഗോഡ്സ് പ്രസൻസ് എന്ന വിഷയമാണ്. പ്രൈസ് ഗോഡ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഒന്ന്, കോൺസിക്വൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ട്, ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ബിഫോർ ദാറ്റ്, ഞാൻ ഇന്ന്, കാരണം അധികം സമയം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയത്തിന് അകത്ത് നിൽക്കാൻ കഴിയുന്ന ചെറിയൊരു ഭാഗം അതിനുള്ള ബന്ധത്തിൽ തന്നെ എടുക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് ചിന്തിക്കുന്നത് ഹൗ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എല്ലാവരും ആഗ്രഹമുണ്ടല്ലേ? ആഗ്രഹമില്ലേ? ഹലോ, ഉണ്ടോ? യെസ്, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ദ ലൂസിങ് ദ പ്രസൻസ്, കോൺസിക്വൻസ് ലൂസിങ് ദ പ്രസൻസ് ഓഫ് ഗോഡിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്ന്? എങ്ങനെയാണ്, എവിടേക്കാണ്, ഏത് നിലയിലാണ്? ഒന്ന്, തള്ളിക്കളയുക, ദൈവസന്നിധിയിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഓക്കെ. 2, ദൈവസന്നിധി വിട്ട് റണ്ണിങ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. 3, ലൂസിങ് ദ പ്രസൻസ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തു പോവുക. പ്രൈസ് ഗോഡ്. ഈ 3 വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഹൗ വി ക്യാൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. അധികം സമയങ്ങൾ എടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ, കൂട്ടത്തിന് വരുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കണം, ദൈവസാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. ചിലർ പറയാറുണ്ട്, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല, ഒരു സാന്നിധ്യവും വെളിപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന രീതികളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സ്തോത്രം. ഒരു സാന്നിധ്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും? 2-3 പോയിന്റ്സ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം. ഒന്നാമത്തെ കാര്യം, റിമൂവ് ദ ഹിൻഡ്രൻസ്. ഒന്നാമത്തെ കാര്യം, ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന് തടസ്സമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റണം. ഓക്കെ, അത് തടസ്സം മാറ്റാതെ. ഹല്ലേലൂയ. സി, സംടൈംസ് യു കാൻറ്റ് സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം ചിലപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ആരാധനയ്ക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നിർബന്ധമില്ല. നമ്മൾ ഇവിടെ നിന്ന് കൈകൊട്ടി പാടി എന്നുള്ളത് കൊണ്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിറപടിയായി നടക്കുന്നു, ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ സ്തോത്രം, എന്തുകൊണ്ടാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദർ ഈസ് സംതിങ് ബ്ലോക്കിംഗ് യു ടു എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ നിലയിൽ എന്തൊക്കെയോ നമ്മെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. യു ക്യാൻ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഓർ യു ക്യാൻ എക്സ്പീരിയൻസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ ഫാമിലി, ഓർ യുവർ പേഴ്സണൽ ലൈഫ്. നമ്മുടെ ജീവിതത്തിലോ, വ്യക്തിപരമായ ജീവിതത്തിലോ, കുടുംബത്തിലോ ഒന്നും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ, ഹല്ലേലൂയ, we need to find out what's the cause behind it. അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം? ഈ കാരണം കണ്ടുപിടിക്കാതെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ആ കാരണം കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യണം.
എങ്കിൽ മാത്രമേ യഥാർത്ഥമായി അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കാൻ. ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധനയ്ക്ക് വരും, കൂട്ടത്തിന് വരും, പക്ഷെ ഒന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. യു കനോട്ട് എക്സ്പീരിയൻസ്, യു കനോട്ട് സെൻസ് എനിത്തിങ് ഓർ ഇൻ ദ മാനിഫെസ്റ്റേഷൻ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനേ കഴിയത്തില്ല. നിങ്ങൾ വന്ന് 2-3 മണിക്കൂർ ഇതിനകത്തിരുന്നിട്ട് എഴുന്നേറ്റ് പോകാം എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. സ്തോത്രം. അതല്ല ദൈവ സാന്നിധ്യം. നമ്മൾ ഇതിനകത്ത് വന്നാൽ നമുക്ക് ഇതിന് പുറത്തു പോകുമ്പോൾ പറയണം, എനിക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു, ആ ദൈവ സാന്നിധ്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് പറയാൻ കഴിയണം. അപ്പോൾ ഇത് കഴിയുന്നില്ലെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് കോസ് എന്ന് മനസ്സിലാക്കണം. സ്തോത്രം. അസുഖം കണ്ടുപിടിക്കാതെ ചികിത്സിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അല്ല, പറ്റത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു വിഷയമായി ഒരു രോഗവുമായിട്ട് പോയാൽ, സ്തോത്രം, നമ്മുടെ വിഷയം അവിടെ നിൽക്കും. പക്ഷെ അവരാദ്യം ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? ഹലോ, നേഴ്സുമാരെല്ലാം നോക്കിയിരിക്കുന്നത് അതിൻ്റെ കോസ് കണ്ടുപിടിക്കും, അല്ലേ? ഇതുപോലെ തന്നെയാണ് ദൈവ സാന്നിധ്യം ഒരുവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, സ്തോത്രം, അതിന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കോസ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത്? ദെൻ അവിടെ കൊണ്ട് നിർത്തിയല്ല, അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അത് റിമൂവ് ചെയ്യാതെ, സ്തോത്രം, ഒരിക്കലും യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ദാവീദിന്റെ ജീവിതത്തിൽ അതാണ് കാണുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമോ എന്നൊരു സാഹചര്യത്തിൽ വന്നപ്പോൾ അവൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ദൈവത്തോട് അറിയിച്ചു, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതിന് 32-ന്റെ 5-ാം വാക്യം വായിച്ചേ. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ അകൃത്യം മറച്ചു, എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറഞ്ഞു. സി, കണ്ടോ? ആ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ദാവീദ് ചെയ്ത കാര്യം, തൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിച്ചു, തൻ്റെ ലംഘനങ്ങളെ, തൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസഭയോട് ഞാൻ പറയട്ടെ, സ്തോത്രം, അല്ലെ, ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം, ആ പ്രസൻസ് ഓഫ് ഗോഡ്, ആ മാനിഫെസ്റ്റേഷൻ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അടിസ്ഥാനമായി ചെയ്യേണ്ട കാര്യം, ഫൈൻഡ് ഔട്ട് ദ കോസ്. എന്താണ് കാരണം? പാപമാണെങ്കിൽ ഏറ്റുപറയാൻ തയ്യാറാകുക, കുറവുകൾ ഏറ്റുപറയാൻ തയ്യാറാകുക, ബലഹീനതകൾ ഏറ്റുപറയാൻ തയ്യാറാകുക. അങ്ങനെ മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന മണ്ഡലം കൊണ്ട്, അല്ലേ? സ്തോത്രം. യെശയ്യാപ്രവചനം 59-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ യെശയ്യാവ് കുറിച്ച് വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നു മറ്റൊരു കാരണമല്ല. വായിച്ചേ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിച്ചിരിപ്പിക്കുന്നത്. അപ്പോ നമ്മെ തമ്മിൽ വേർപിടിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം പാപമാണ്. പാപം. അതാണ് പലപ്പോഴും ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത്. ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ, ക്രിയേറ്റ് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ, ക്ഷമ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ, ആ ക്രമീകരണം വരുത്തേണ്ടത് അനിവാര്യമാണ്. ദൈവസഭയിൽ ദൈവമക്കളുടെ ഇടയിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, റിമൂവ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? റിമൂവ് ദ ഹിൻഡ്രൻസ്, അല്ലേ? സ്തോത്രം. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, സീക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ ദ ഹ്യൂമിലിറ്റി. തന്നെ താഴ്ത്തി ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കണം. സോ താഴ്ത്തുന്നവനെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറാകാത്ത ഒരുവന് ഒരു കാലത്തും ഒരു സമയത്തും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധയിൽ 2 പേരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 പേരുടെ പ്രാർത്ഥന ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 2 പേര് ഒരുപോലെ പ്രാർത്ഥിക്കാൻ പോയ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം, അവിടെ ഒരുത്തൻ വന്നു, തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ന്യായീകരിക്കുകയാണ്, സ്വയമായി നീതീകരിക്കുകയാണ്, താൻ ചെയ്ത മഹത്തായ കാര്യങ്ങൾ അവിടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആലയത്തിൽ വരുമ്പോൾ അവിടെ 2 പേരും ഒരുപോലെയാണ് വന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ രീതിക്കൊരു വ്യതിയാനം. ഒരുത്തൻ
മറ്റവനെ കുറിച്ച് പറഞ്ഞു, അവൻ തന്നെ താഴ്ത്തി. അവൻ പറയുന്നു, ഞാൻ ഇതിനകത്തോട്ട് വരാൻ വിളിക്കാൻ യോഗ്യനല്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തുവാനിടയായി. ഹല്ലേലൂയ. ദൈവസഭയിൽ ഞാൻ പറയട്ടെ, ഇതിനകത്തേക്ക് വരുമ്പോൾ ആ താഴ്മയോടെ, എളിമയോടെ, യോഗ്യതയില്ല എന്നുള്ള മനോഭാവത്തോടെ ആലയത്തിലേക്ക് വരുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അതല്ല, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ഏത് സഭയിൽ പോയാലും വിവിധ കൂട്ടം ആൾക്കാരെ കാണാം. ചിലർ മാർക്കിടാൻ വരുന്നവരുണ്ട്, ചിലർ വിമർശിക്കാൻ വരുന്നവരുണ്ട്, ചിലർ കുറ്റം കണ്ടുപിടിക്കാൻ വരുന്നവരുണ്ട്. ഇതെല്ലാം ഒരു പൊതുക്കൂട്ടത്തിൽ കാണാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ ആരെങ്കിലും വന്നാൽ യു കനോട്ട് നെവർ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ കർത്താവേ, എന്നെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, ഇറങ്ങുമ്പോൾ പറയണം, കർത്താവേ ഇന്ന് ആലയത്തിൽ പോകുക, എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കണം, അതിൽ കൂടെയുള്ള വിടുതൽ എനിക്ക് അനുഭവിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ ഞാൻ ഉറപ്പ് തരാം, ഇതിനകത്ത് വരുമ്പോൾ നീ വെറുതെ പോകത്തില്ല. ചില വിടുതലുകൾ അനുഭവിച്ച് നീ ഇവിടുന്ന് മടങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ചന്തയിൽ പോകുന്നത് പോലെയും ജോലിക്ക് പോകുന്നത് പോലെയും ബാഗും എടുത്തുകൊണ്ട് ആരാധന കൂട്ടത്തിൽ വരരുത്. ഹലോ, സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം മനസാക്ഷിയോട് ചോദിച്ചേ, വാസ്തവത്തിൽ നിന്ന് ഒരുങ്ങിയിട്ടാണോ വന്നേ? ഒരുങ്ങിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരുങ്ങി വരണം. ഡ്രസ്സിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന ഓക്കെ, ഞാൻ നല്ല സൂട്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ വരുമ്പോൾ വെൽ ഡ്രസ്ഡായിട്ടേ ഞാൻ വരത്തുള്ളൂ. കാരണം എനിക്കൊരു ബോധ്യമുണ്ട് ഞാൻ എവിടെ വന്നേക്കുന്നത്. എവിടാ? ആരൊക്കെയല്ല വന്നേക്കുന്നേ? രാജാവിനെ കാണാനാ ഞാൻ വന്നേ. ഹല്ലേലൂയ. ചന്തയിൽ പോകുന്ന പോലെ അല്ല രാജാവിനെ കാണാൻ വരുന്നത്. ഹലോ, ഹല്ലേലൂയ. ജോലിക്ക് പോകുന്നല്ലോ യൂണിഫോം ഇട്ടുകൊണ്ടല്ല രാജാവിനെ കാണാൻ. ഇതിനകത്ത് വരുമ്പോൾ ആ ഒരുക്കം വേണം. ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? രാവിലെ എഴുന്നേറ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നല്ല വെൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ താഴെ വന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത്. വരുന്ന ഗസ്റ്റ് പാസ്റ്ററൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് രാവിലെ വരുമ്പോൾ അവർ രാവിലെ വന്ന് താഴെ നോക്കുമ്പോൾ ഞാൻ സൂട്ട് ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കാണാം. അവരൊന്ന് പാസ്റ്റർ ഇത്ര നേരത്തെ ഒരുങ്ങിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാ. സ്തോത്രം. പ്രിപ്പറേഷൻ, ഒരുക്കത്തോടെ വരണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ആ ഒരുക്കത്തോടെ വന്നാലുണ്ടല്ലോ, ഇരിക്കുമ്പോൾ മുതൽ അനുഭവിക്കാൻ പറ്റും അത്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആയിരിക്കുന്നത്, ഇവിടെ വന്ന് ഒന്ന് ഇരുന്ന് ഇടവും വലമൊക്കെ നോക്കി, നമുക്ക് പറ്റുന്ന ആൾക്കാരാണോ എന്നൊക്കെ നോക്കി, ആരാധിക്കാനോ ബലപ്പെടാനോ അല്ലെങ്കിൽ ഒന്ന് പകർച്ചയൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കി, ഇരിക്കുന്ന മണ്ഡലമൊക്കെ നോക്കി, എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരുക്കത്തോടെ വന്നാൽ എവിടെ ഇരുന്നാലും അവിടെ ഇറങ്ങി വരും ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധി തന്നെ താഴ്ത്തുന്ന അനുഭവം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ആഹാബിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആഹാബിനെ കുറിച്ച് നമുക്കറിയാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവനെ കൊല ചെയ്ത്, സ്തോത്രം, അവനെ കൊന്ന്, അങ്ങനെ ദൈവസന്നിധിയിൽ അന്യപ്പെട്ട, ദൈവത്തിന് നേരെ ദോഷം ചെയ്ത ഒരു രാജാവായിരുന്നു. 21-ന്റെ 25-ാം വാക്യത്തിൽ വരുമ്പോൾ ഏലിയാവ് എന്ന് അവനോടൊരു കാര്യം പറയുന്നുണ്ട്, നിന്നെ ദൈവം സന്ദർശിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ഭരണകാലത്ത് വലിയൊരു അനർത്ഥം ദൈവം വരുത്താൻ പോകുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യവൻ ചെയ്തെന്തറിയാമോ? അതിന്റെ 27-ാം വാക്യത്തിലേക്ക് വന്നാൽ, ആഹാബ് ഈ വാക്ക് കേട്ടപ്പോൾ, 27-ാം വാക്യത്തിൽ വരുമ്പോൾ, ആഹാബ് ഈ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ച്, ആരാന്ന് ചിന്തിക്കണം, ഒരു മഹാനായ രാജാവ്, ദൈവത്തിനെതിരെ പ്രവർത്തിച്ചവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ തെറ്റിനെ കുറിച്ച്, തനിക്ക് വരുവാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ദൂതറിയിച്ചപ്പോൾ അവൻ ചെയ്ത കാര്യം, ഈ വാക്ക് കേട്ടപ്പോൾ അവൻ വസ്ത്രം കീറി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൻ തന്നെ താഴ്ത്തി. അപ്പോൾ സംഭവിച്ചൊരു കാര്യം, എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യം അവന്റെ അരികിലേക്ക് അങ്ങ് ഇറങ്ങി. ഹല്ലേലൂയ. ഇത് ഇറങ്ങിയിട്ട് ദൂത് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഏലിയാവ് തിരികെ കയറി വന്നിട്ട് ഒരു ദൂത് മാറ്റി പറയുക. അതാണ് അതിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബിനായ ഏലിയാവിനുണ്ടായി, ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? മതി. എന്റെ മുമ്പാകെ, ഹല്ലേലൂയ, ശ്രദ്ധിക്കണം, എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് നീ കണ്ടോ?
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവിടെയാ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നേ. ആര് ദൈവസന്നിധിയിൽ താഴാൻ തയ്യാറാകുമോ, ആര് തങ്ങളെ തന്നെ താഴ്ത്താൻ തയ്യാറാകുമോ, ഹല്ലേലൂയ, അവരുടെ അരികിൽ അവരുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവം ഇറങ്ങി വരും. ഇവിടെ യാഗാവ് വസ്ത്രം കീറിയപ്പോൾ, അല്ല താൻ തന്നെ തന്നെ ഉപവസിച്ച് ദൈവസന്നിധിയിൽ താണപ്പോൾ അവന് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം അവന്റെ കാലത്ത് വരുത്താൻ ദൈവം തയ്യാറായില്ല. ദൈവം അത് മാറ്റിക്കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മളെ തന്നെ താഴ്ത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയും നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുകയും ചെയ്യുമെന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, സമയം മുന്നോട്ട് പോവുക. മൂന്നാമത്തെ കാര്യം, സീക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ പ്രയർ. പ്രാർത്ഥനയിൽ കൂടെ ദൈവ സാന്നിധ്യം അന്വേഷിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു മലയിൽ പ്രാർത്ഥിക്കാൻ പോയ ഒരു കാര്യമുണ്ട്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. മതി, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം കണ്ടോ? ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറിയപ്പോൾ അസാധാരണമായ ഒരു സാന്നിധ്യം, അവന്റെ മുഖം മാറി, അവന്റെ വസ്ത്രം വെണ്മയാവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സ്തോത്രം, ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ ഭവനത്തിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് മുട്ടുമടക്കിയാലും അതിനകത്തിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ സ്ഥിതി അവിടെ മാറും, നിന്റെ പാപം മാറും, നിന്റെ രീതി മാറും. ആമേൻ. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ രൂപമാറ്റം സംഭവിക്കും. ആമേൻ, സ്തോത്രം. തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 10-19-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറിയ ഭാഗം കാണുന്നുണ്ട്, അല്ലേ? പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ മതി. അവിടെ തുടർന്ന് വായിപ്പിക്കാൻ നേരമില്ല. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, അവിടെ ഒരു ദൈവിക ദർശനം അവന് ലഭിക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയിൽ കൂടെ ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറുക. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടെ തീർന്നില്ല. സ്തോത്രം. അപ്പോസ്തലർ പറഞ്ഞ 4-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. മതി, സ്തോത്രം. അപ്പോ കണ്ടോ, പ്രാർത്ഥിക്കാൻ കൂടി വന്നു. അപ്പൊ പ്രാർത്ഥനയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങി വരിക. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവ സാന്നിധ്യത്തിനകത്തോട്ട് കയറാനുള്ള ഒരു പടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇതിനെ നിസ്സാരമായി കാണരുത്. അല്ലെ, ഒറ്റയ്ക്ക് പ്രാർത്ഥനയുണ്ടെങ്കിലും കൂട്ടായ്മ പ്രാർത്ഥനയുണ്ടെങ്കിലും നിസ്സാരമായി കാണരുത്. ദിസ് ഈസ് ദ സ്റ്റെപ്പ്. ഇതാണ് പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് കയറുവാൻ ദൈവം തരുന്ന ഒരു പടി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിപ്പോ പ്രാർത്ഥന വേണ്ട, നമുക്ക് കൂട്ടായ്മ വേണ്ട, കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന, ഇതിനൊക്കെ ഭയങ്കര പ്രസക്തി ഉണ്ട് പ്രിയ ദൈവമക്കളെ. നാലാമത്തെ കാര്യം, seek the presence of God through praise and worship. ആരാധനയിൽ കൂടെ, സ്തുതിയിൽ കൂടെ, സ്തോത്രത്തിൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ദൈവ സാന്നിധ്യം അന്വേഷിക്കുക. 132-ാം സങ്കീർത്തനം 7-ാം വാക്യം പറഞ്ഞിരിക്കുന്നതാണ്, let us go to the dwelling place, let us worship at his footstool. വായിച്ചേ, നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക. നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, hallelujah, we are entering or we are attracting the presence of God towards us. നീ ദൈവത്തെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, ദൈവ സാന്നിധ്യത്തിലേക്ക് നീ കയറുക, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ നിന്നിലേക്ക് ആകർഷിക്കപ്പെടുക. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. എവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, എവിടെയൊക്കെ സ്തുതി സ്തോത്രങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടോ, അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ സ്ഥലത്തിന് പ്രസക്തമല്ല, എവിടെയാണെന്നുള്ളത് വിഷയമല്ല. ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കാണുന്നു. അപ്പോസ്തലർ 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും എവിടെയാ? കാരാഗൃഹത്തിനകത്ത് കിടക്കുക. നല്ല അറ്റ്മോസ്ഫിയർ ആണോ പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആണോ കാരാഗൃഹത്തിനകം? അല്ല, ഒരിക്കലുമല്ല. സ്തോത്രം. കാരാഗൃഹം എന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യമുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ മുട്ടുമടക്കിയാലുണ്ടല്ലോ, ആരാധിക്കുന്നവൻ മുട്ടുമടക്കിയാലുണ്ടല്ലോ, അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത സ്ഥലമെന്ന് നീ ചിന്തിക്കുന്നിടത്തും ഇറങ്ങി വരുന്ന സാന്നിധ്യമുണ്ട്. ഇവിടെ പൗലോസും ശീലാസും
കാരാഗ്രഹത്തിനകത്ത് ഒരുമിച്ച് പാടി സ്തുതിക്കാൻ തുടങ്ങി. പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കാണുന്ന എന്താ സംഭവിച്ചത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. അസാധാരണമായ നിലയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കണ്ടോ? ഹല്ലേലൂയ. എവിടെയാണ് ചിന്തിക്കണം? കാരാഗ്രഹത്തിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, ഒരു യോഗ്യമല്ലാത്ത സ്ഥലത്താ. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അസാധാരണമായ ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. അവിടെ സാന്നിധ്യം ഇറങ്ങിയോ? ഹലോ, സാന്നിധ്യം ഇറങ്ങിയോ? സാന്നിധ്യം ഇറങ്ങിയ തെളിവ് പറയാം. സ്തോത്രം. ഒന്ന്, അവരുടെ കൈ കിടന്ന ചങ്ങല പൊട്ടി. അമേൻ, പൊട്ടി. എന്താ കാരണം? സാന്നിധ്യം ഇറങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്തുതിക്കാൻ തയ്യാറായാൽ, ആരാധിക്കാൻ തയ്യാറായാൽ സാന്നിധ്യം ഇറങ്ങും. പൊട്ടേണ്ടത് ചിലതൊക്കെ പൊട്ടിയിരിക്കും. ഹല്ലേലൂയ. അല്ലെ, അഴിയേണ്ടത് ചിലതൊക്കെ അഴിഞ്ഞിരിക്കും. പക്ഷെ അതിന് പലപ്പോഴും കഴിയാത്ത വിധം നമ്മൾ വല്ല പുറകോട്ട് നിൽക്കുകയല്ലേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എത്ര പേർക്ക് വിട്ടുകൊടുത്ത് ആരാധിക്കുന്നതും അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങും. ഇവിടെ പൗലോസിന്റെ ശീലാസം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങി. അവരുടെ കയ്യിലെ ചങ്ങലകൾ എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു. തീർന്നില്ല. തൊട്ട് നോക്കേ, ഒരുവന്റെ ജീവിതത്തിൽ അനുഭവിച്ചാലുണ്ടല്ലോ അവിടെ കൊണ്ട് നിൽക്കത്തില്ല. അവിടെ കാണുന്നു, അവിടെയുള്ള സകല കുറ്റവാളികളുടെയും എന്ത് ചെയ്തു? എല്ലാവരുടെയും ചങ്ങല പോയി. അല്ലേ? എവരുടെ മാത്രമാണോ? എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. എല്ലാവരുടെയും ചങ്ങലയാ. അപ്പൊ ദൈവസാന്നിധ്യം വന്നാൽ വിടുതൽ നിനക്ക് മാത്രമല്ല, അപ്പുറം അപ്പുറം ഇരിക്കുന്നവർക്കും ഉണ്ട് വിടുതല്. ആമേ. നിന്റെ വീട്ടിൽ നീ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് വിടുതലാ. നീ ദൈവസാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. You need to carry the presence of God. ദൈവസാന്നിധ്യം വഹിക്കുന്നവരായി തീരണം. ദൈവസാന്നിധ്യം വഹിക്കുന്നവരാണെങ്കിൽ നീ ചെല്ലുന്നിടത്തൊക്കെ വിടുതൽ നടക്കും. നീ കാലുകുത്തുന്ന വീട്ടിൽ വിടുതൽ നടക്കും. നീ കയറുന്ന പ്രസ്ഥാനം അനുഗ്രഹിക്കപ്പെടും. നീ ചെല്ലുന്ന ജോലി പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ ചെല്ലുന്ന ദേശം വിടുവിക്കപ്പെടും. But you need to carry the presence of God.